മൂക്കിലൂടെ പൊടിഞ്ഞു വരുന്ന ഒരു തുള്ളി രക്തം, അത് ബ്ലഡ് ക്യാൻസറിൻ്റെ ലക്ഷണം. തലകറങ്ങി വീഴുന്ന പെൺകുട്ടി കല്യാണത്തിന് ശേഷം അത് ഗർഭിണിയാണെന്നുള്ളതിൻ്റെ സൂചന. അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന ഒരു താക്കോൽ കൂട്ടം, അപസ്മാരത്തിൻ്റെ ചികിത്സ. ഒരു അപകടത്തിൽപ്പെട്ട് തലയിടിക്കുമ്പോൾ ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥ. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു അപകടത്തിൽ തലമുട്ടുമ്പോൾ ഈ ഓർമ്മ തിരിച്ചു കിട്ടുന്നു. സിനിമകളിൽ പലപ്പോഴും രോഗങ്ങൾ ചിത്രീകരിക്കുന്നത് ഇത്തരത്തിലാണ്. ഞാനിത് പറയുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരെ എന്ന ഒരു മലയാള ചലച്ചിത്രം കണ്ടത്. കോടതി രംഗങ്ങൾ വളരെ കൃത്യതയോടെ വളരെ നന്നായി ചിത്രീകരിച്ച ജിത്തു ജോസഫിൻ്റെ ഒരു മോഹൻലാൽ ചിത്രം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആ കോടതി രംഗങ്ങളിലുള്ള സ്വാഭാവികതയും കൃത്യമായി അത് ചിത്രീകരിച്ച രീതിയുമല്ല. പക്ഷേ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടതിൻ്റെ കാരണമായി ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ് എന്ന് ആ കടുത്ത വാക്ക് ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടിപ്പോയി. ദൈവമേ, ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ് 12 വയസ്സുള്ള ഒരു കുട്ടിയിലോ? എന്താണ് ഈ ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ്? 50-60 വയസ്സുകൾ പ്രായമുള്ള വ്യക്തികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ്. ഇനി അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ 55 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന അകാരണമായ തലവേദന, അതായത് നിർത്താതെ വളരെ കഠിനമായിട്ടുള്ളൊരു തലവേദനയാണ് ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസിൻ്റെ ഏറ്റവും പ്രധാന രോഗലക്ഷണം. 2, നെറ്റിയിലെ ഒരു തടങ്ങളിലുണ്ടാകുന്ന രക്തധമനികൾ ക്രമാതീതമായി തുടിക്കുന്ന ഒരവസ്ഥ. അത് തൊടുമ്പോൾ വേദനയും അനുഭവപ്പെടുന്നു. ഇതാണ് 2ാമത്തെ രോഗലക്ഷണം. 3ാമത്തെ രോഗലക്ഷണം താടയിലുണ്ടാകുന്ന ഒരു കഴപ്പ്. അത് പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ താട ഭയങ്കരമായി കഴയ്ക്കുന്ന ഒരവസ്ഥ, ജോ ക്ലോഡിക്കേഷൻ എന്ന് പറയും. ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ താട കഴച്ചിട്ട് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക. ഇത്തരത്തിലുള്ള രോഗികളുടെ രക്തം പരിശോധിക്കുമ്പോൾ ESR സാധാരണ 50, 60, 70 കൂടുതലായിരിക്കും കാണുന്നത്. ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ആ വ്യക്തിക്ക് ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ് എന്ന രോഗം, അതായത് രക്തധമനികളെ നീർക്കെട്ട് വരുന്ന ഈ രോഗമായിരിക്കാം എന്ന് സംശയിക്കുന്നത്. ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് ചില സാഹചര്യങ്ങളിൽ ഈ രക്തക്കുഴലിൻ്റെ ചെറിയൊരു ബയോപ്സി, നെറ്റിയുടെ തടത്തിൽ നിന്നും എടുക്കുന്ന ഒരു ബയോപ്സി ആവശ്യമായി വന്നേക്കാം. അപൂർവമായി കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ്. പക്ഷേ 50-60 വയസ്സിന് മുകളിൽ മാത്രമാണ് ഈ രോഗങ്ങൾ കാണുന്നത് എന്നോർക്കുക. 12 വയസ്സുള്ള ഒരു കുട്ടിയിൽ ജയൻറ്റ് സെൽ ആർട്ടറൈറ്റിസ് ബാധിച്ച് 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നത് അത്ര വിശ്വസിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇനി അത് സിനിമയല്ലേ, സിനിമയിൽ എന്തുമാകാമല്ലോ, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. എങ്കിലും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ചികിത്സ ചിത്രീകരിക്കുന്നത് സമൂഹത്തിൽ ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് ഇട നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, അപസ്മാരത്തിൻ്റെ ചികിത്സ താക്കോൽ കൂട്ടം കയ്യിൽ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ അതിന് കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദമാണ് അതിൻ്റെ ചികിത്സ എന്ന് ധരിച്ചിരിക്കുന്ന ഒത്തിരി പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഒരു കൃത്യമായ അസുഖമല്ല, മറിച്ച് ഒരു മാനസിക അസുഖമാണെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് പലപ്പോഴും ഈ സിനിമകളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ചിത്രീകരിക്കുന്നതിലുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സമൂഹത്തെ സ്വാധീനിക്കുന്നതിനായി സിനിമയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. നല്ല സന്ദേശങ്ങൾ നൽകുക വഴി അസുഖങ്ങളെപ്പറ്റിയും രോഗങ്ങളെപ്പറ്റിയും കൃത്യതയോടുകൂടി ചിത്രീകരിച്ചാൽ അത് സമൂഹത്തിന് ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു അസുഖത്തെപ്പറ്റിയോ ചികിത്സയെപ്പറ്റിയോ പ്രതിപാദിക്കുമ്പോൾ ഒരു ഡോക്ടറോട് ആ അസുഖത്തെപ്പറ്റി ചോദിക്കുക. 12 വയസ്സുള്ള ഒരു കുട്ടിയിൽ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെടാവുന്ന എത്രയോ അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളുടെ പേരായിരുന്നു ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇത് കുറച്ചുകൂടെ കൃത്യത വരുമായിരുന്നു. ഇത് കൃത്യതയോടെ സൂക്ഷ്മതയോടെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. സിനിമയ്ക്ക് എപ്പോഴും ഒരു മെഡിക്കൽ കൺസൾട്ടൻ്റ് കൂടി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹപൂർവ്വം, ഡോക്ടർ ജിജി കുരുട്ടുകുളം, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ന്യൂറോളജിസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ.